യുവാവിൻ്റെ കണ്ണുനീർ തുടച്ച് പ്രിയങ്ക ഗാന്ധി. ഇതാണ് നേതാവെന്ന് രാജ്യം. കപട വ്യക്തിത്വങ്ങൾ അരങ്ങുവാണ് ജനത്തിനു മുന്നിൽ ഇരട്ട മുഖങ്ങൾ കൊണ്ട് ജനത്തെ നോക്കി ചിരിച്ച് കൊഞ്ഞനം കുത്തി പല്ലിറമുന്ന രാഷ്ട്രീയ മേലാളന്മാർക്കിടയിൽ വ്യത്യസ്തയാണ് ഈ മാന്യ വനിതയും ഇവരുടെ സഹോദരൻ രാഹുൽ ഗാന്ധിയും. ഇന്ത്യയുടെ ശുഭപ്രതീക്ഷയായ പ്രിയങ്ക ഗാന്ധി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഇന്ത്യൻ ജനത ത്രസിക്കുന്ന ഒരു അഭിമാനത്തിൽ വിജംഭരിതമാകുന്ന വ്യത്യസ്ത തലമുറകളെ കാണാം ഇന്ത്യയിലുടനീളം. വൃദ്ധരും മധ്യവയസ്കരും യുവാക്കളും അടക്കമുള്ള ആബാലവൃദ്ധ ജനങ്ങളും ഹർഷോന്മാദത്തോടെ അവരുടെ വാക്കുകൾക്കായി സ്പർശനത്തിനായും കൊതിച്ച് സായുജ്യത്തിനായി ഓടിയെടുക്കുന്ന കാഴ്ച പല വട്ടം നമ്മൾ കണ്ടതാണ്. എന്നാൽ രാഷ്ട്രീയ ആലയത്തിൽ നിന്നും വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ചതാണെന്ന് പ്രചരിപ്പിച്ച് ജീവിക്കുന്ന കപടതയുടെ മൂടുപടത്തിൽ ജീവിക്കുന്നവരുടെ ചരിത്രം ചികഞ്ഞാൽ ഗുണ്ടായിസവും പിടിച്ചുപറിയും വാണിഭവും കൊണ്ട് കളം പിടിച്ചു വാഴുന്ന രാഷ്ട്രീയ കപട സദാചാരവാദികളായ നേതാക്കളുടെ ഇടയിലാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തങ്ങളുടെ മാന്യതയിൽ, കുടുംബപരമായ പ്രൗഢതയിൽ രാജ്യത്ത് പൊതുപ്രവർത്തനം നടത്താൻ ഇറങ്ങിയിരിക്കുന്നത്. അതിലൊരു തരി കളങ്കം ചാർത്താതെ അവർ ഇന്ത്യയിലുടനീളം ഓടി നടക്കുമ്പോൾ സാധാരണക്കാരൻ്റെ ചായക്കടയിലും ചെരുപ്പ് കുത്തിയുടെ വീട്ടിലും മീൻ പിടിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ തോളിലും കൈയിട്ട് അവരിൽ ഒരാളാകുമ്പോൾ അത് രാഹുൽ ഗാന്ധി എന്ന ദേശീയ നേതാവിൻ്റെ സാധാരണ ജനങ്ങൾക്കിടയിലെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നു. പ്രിയങ്കയും ഒട്ടും പിന്നിലല്ല. വയലിൽ പണിയെടുക്കുന്ന കർഷകന്റെ തോളിൽ കൈയിട്ട് പാട്ടുപാടി വയൽപ്പാട്ട് കേട്ട് ഊരിൽ പിന്നാക്ക വിഭാഗത്തിന്റെ കുടിലെത്തിയ അവരുടെ കാട്ടുകിഴങ്ങും കഴിച്ച് കന്നുകാലി കർഷകന്റെ തൊഴുത്തിലെത്തിയും പിന്നാക്ക സ്ത്രീകളുടെ കരച്ചിലിന്റെ കാരണം അന്വേഷിച്ചും അങ്കണവാടി കുട്ടികളിൽ ഒരാളായി അവരുടെ കളിക്കോപ്പ് സ്വപ്നങ്ങൾ സാധിച്ചു കൊടുത്തുകൊണ്ടും അവരിലൂടെ ഒരാളാകുന്ന കാഴ്ച നമുക്ക് അന്യമല്ല. സർവ്വസാധാരണമായി ഇതൊക്കെ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിലും പ്രിയങ്ക ഗാന്ധിയുടെ കാര്യത്തിലും നമുക്ക് നിരന്തരം കാണാവുന്നതാണ്. ഇതിലിപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു സംഭവം ഒന്നെടുത്ത് പറയാം. ശേഷം നമ്മുടെ അധികാരവർഗത്തിൻ്റെ ഗർവ് ഒന്ന് പരിശോധിക്കാം. സംഭവം ഇതാണ്. ബീഹാറിൽ നിറഞ്ഞ ആൾക്കൂട്ടത്തെ അഭിസംബോധന ചെയ്ത് പ്രിയങ്ക ഗാന്ധി സംസാരിക്കുന്നതിനിടയിൽ ഒരു യുവാവിൻ്റെ ശബ്ദം ഉയർന്നു കേൾക്കുന്നു. പ്രിയങ്ക ഗാന്ധി തൻ്റെ പ്രസംഗം നിർത്തി ആ യുവാവിനെ ശ്രദ്ധിച്ചു. ആ യുവാവ് ഉയർത്തുന്നത് പ്രതിഷേധ ശബ്ദമാണ്. ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് രോക്ഷത്തോടെ. പ്രിയങ്ക ആയിരക്കണക്കിന് ജനം തിങ്ങി നിറഞ്ഞ ആ വേദിക്ക് മുന്നിലെ കൂട്ടത്തിനിടയിലേക്ക് നോക്കി ആ യുവാവിനെ കൈകാട്ടി വിളിച്ചു. പുഞ്ചിരിച്ചുകൊണ്ട് വളരെ സ്നേഹത്തോടെ അയാളെ വേദിയിലേക്ക് വീണ്ടും വീണ്ടും ക്ഷണിച്ചു. ആസിഫ് ഖാൻ എന്നായിരുന്നു ആ യുവാവിൻ്റെ പേര്. രാജ്യത്ത് യുവാക്കളെ അടിച്ചമർത്തുന്ന കാര്യവും നീറ്റ് SSC പരീക്ഷകളിലെ ക്രമക്കേടുമൊക്കെ ആയിരുന്നു ആ യുവാവ് ഉയർത്തി പ്രതികരിച്ചത്. ആ വ്യക്തിയെ വേദിയിൽ വിളിച്ചു വരുത്തി പ്രിയങ്ക ഗാന്ധി ആലിംഗനം ചെയ്തതിനു ശേഷം ആസിഫ് ഖാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകി. തൻ്റെ മുൻഗാമികളായ, തൻ്റെ കുടുംബത്തിലെ അംഗങ്ങളായ പ്രധാനമന്ത്രിമാരായ ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി ഇവരൊക്കെ ജനത്തിൻ്റെ പരാതികൾ കേട്ട് പരിഹാരം കാണുന്ന ആ പഴയ കാലത്തെ രാഷ്ട്രീയ ചരിത്രം സദസ്സിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു പ്രിയങ്ക ഗാന്ധി പിന്നീട് അങ്ങോട്ട് സംസാരിച്ചത്. ആ യുവാവിനെ അഭിനന്ദിച്ചുകൊണ്ട് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു, രാജ്യത്തിൻ്റെ ഭാവിയാണ് ഈ യുവാവ്. ഇദ്ദേഹം ഉന്നയിക്കുന്ന ഈ വാക്കുകൾ ശ്രദ്ധിക്കേണ്ടത് ഒരു നേതാവിൻ്റെ കടമയാണ് എന്നും പറഞ്ഞാണ് പ്രിയങ്ക ഗാന്ധി ആ യുവാവിനെ കേട്ട് ആലിംഗനം ചെയ്യുന്നത്. ഈ കേൾവിയാണ് ഇന്ന് രാജ്യത്ത് ഇല്ലാതായത്. അധികാര ഗർഭമൂത്ത ഭരണാധികാരികളുടെ ചെവിയിൽ ഈയമുരുക്കി ഒഴിച്ചതുപോലെ പ്രതിഷേധങ്ങളെ അവഗണിക്കുന്ന നേതാക്കളുടെ ഒരു സമൂഹമാണ് ഇവിടെ വാഴുന്നത്. ആ യുവാവിന് സ്നേഹത്താൽ പൊതിഞ്ഞു പിടിച്ച പ്രിയങ്ക ഗാന്ധി ആ ചോദ്യങ്ങളെ അധികാര കേന്ദ്രങ്ങളിലേക്ക് തൊടുത്തുവിടുകയാണ് ചെയ്തത്. ഇത് ഒരു കോൺഗ്രസ് നേതാവിനല്ലാതെ മറ്റേത് പാർട്ടി നേതാവിന് ചെയ്യാൻ കഴിയും? ഇവിടെ കേരളത്തിൽ നോക്കൂ. കറുപ്പ് ഷർട്ടിട്ടാൽ അറസ്റ്റ് ചെയ്യുന്ന ജനകീയനെന്ന് നടിക്കുന്ന പിണറായി വിജയൻ, അദ്ദേഹം കൊടിവെച്ച കാറിൽ 40 വാഹന വ്യൂഹങ്ങളുടെ അകമ്പടിയിൽ പോകുന്ന വഴിയിലൂടെ മരുന്ന് മേടിക്കാൻ പോകുന്നവനെ തല്ലിച്ചതയ്ക്കുന്നു. കൊച്ചുകുട്ടികളെ അടക്കം ഉപദ്രവിക്കുന്ന പോലീസ്. അവിടെയാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഇത്തരം സംഭവങ്ങളൊക്കെ ജനഹൃദയങ്ങളിൽ ആഴത്തിൽ വേരൂന്നുന്നത്. ആ യുവാവിൻ്റെ പ്രതിഷേധം മോദിയുടെ പ്രസംഗത്തിനിടയിലാണെങ്കിലോ എന്തായിരിക്കും ആ യുവാവിൻ്റെ അവസ്ഥ? ജയിലിലകപ്പെട്ട് കേസിൽ കുടുക്കി ജീവിതം തകർന്നടിയുന്ന കാഴ്ച നമ്മൾ വെറുമൊരു അവസാന പേജിലെ കോളത്തിലോ അല്ലെങ്കിൽ
റേറ്റിംഗ് കൂട്ടാൻ ക്യാമറ വെച്ച് രചിക്കുന്ന നിറം പിടിച്ച മാധ്യമ കഥകളിലോ 2 ദിവസം കളം നിറയും. അവിടെയാണ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്ന നേതാക്കൾ BJP നേതാക്കളിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത്. ഇന്ത്യയിൽ മറ്റ് വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് മോദി ഇന്ത്യയെ നാണം കെടുത്തി ട്രംപ് അടക്കമുള്ളവർക്ക് മുന്നിൽ മുട്ടുവിറച്ച് പകച്ചു നിൽക്കുമ്പോൾ, രാഹുൽ ഗാന്ധി ദക്ഷിണ അമേരിക്കൻ രാജ്യങ്ങൾ സന്ദർശിച്ച് ഇന്ത്യയുടെ കാര്യങ്ങൾ പറഞ്ഞ വാക്കുകൾ ലോകം അതീവ താല്പര്യത്തോടെ അത് ഏറ്റെടുത്തു. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും രാജ്യത്തെ ജൻസിയെ മനസ്സിലാക്കി അവരുടെ ഒപ്പം അവരെ ഉയർത്തി കൂടെ നിൽക്കുന്നതിൻ്റെ ഒരു ഫലം അലയടിക്കുന്നുണ്ട് ഇവരുടെ കൂടെ. അതാണ് രാജ്യത്ത് നാളെയുടെ ശുഭപ്രതീക്ഷ. പുതിയ ഒരു ഭരണകാലം രാജ്യത്ത് പുലരാൻ ഇവർ നയിക്കട്ടെ ജൻസിയെ, ഇവർ നയിക്കട്ടെ ഈ കാലത്തെ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.